പരിഹരിക്കപ്പെടാതെ യുക്രൈൻ യുദ്ധം സമാധാനത്തിലേക്ക് നീങ്ങില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും ഐസനാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും ഉക്രൈൻ നിയന്ത്രിക്കുന്ന ഡൊണസ്ക് പ്രത്യേക സാമ്പത്തിക മേഖലയാക്കി മാറ്റണമെന്നാണ് അമേരിക്ക ആവശ്യപ്പെടുന്നത്. ഡൊണസ്ക് നിയന്ത്രിക്കുന്നതിൽ നിന്നും ഉക്രൈൻ പിന്മാറണമെന്നും നിർദ്ദേശമുണ്ട്. ഐസനാണ് വിവരങ്ങൾ നൽകിയത്. ഇനി മുനമ്പത്തേത് വഖഫ് ഭൂമിയല്ല എന്ന ഹൈക്കോടതി ഉത്തരവ് അടിയന്തരമായി സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. കേരള വഖഫ് സംരക്ഷണ വേദിയാണ് ഹർജി നൽകിയത്. വഖഫ് ട്രിബ്യൂണലിനെ മറികടന്നുള്ള ഹൈക്കോടതി ഉത്തരവ് റദ്ദാക്കണമെന്നാണ് ഹർജിയിലെ വാദം. വിവരങ്ങളുമായി ജിഷ്ണു ചേരുന്നുണ്ട്. ജിഷ്ണു, ഗുഡ് മോർണിംഗ്. എന്താണ് വഖഫുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്ന ഹർജിയിൽ വ്യക്തമാക്കുന്ന കാര്യങ്ങൾക്ക്? മുനമ്പങ്കാർക്ക് ഇന്ന് നിർണായകമായിരിക്കും അല്ലേ ജിഷ്ണു? അശ്വതി, നമസ്തേ, ഗുഡ് മോർണിംഗ്. മുനമ്പം ഭൂമി സംബന്ധിച്ച് ഇപ്പോൾ കേരളത്തിലെ വഖഫ് സംരക്ഷണ വേദിയാണ് സുപ്രീം കോടതിയെ സമീപിച്ചിട്ടുള്ളത്. അതായത് മുനമ്പം ഭൂമി വഖഫിൻ്റേതല്ല എന്ന ഹൈക്കോടതി ഉത്തരവ് അടിയന്തരമായി റദ്ദാക്കണം എന്നാണ് ഈ ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കുമ്പോൾ ഈ വഖഫ് സംരക്ഷണ വേദി ചൂണ്ടിക്കാട്ടിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത്, വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തരത്തിലുള്ള നിയമപ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ, അവകാശ തർക്കം ഉണ്ടാവുകയാണെങ്കിൽ അത് പരിഹരിക്കേണ്ടത് വഖഫ് ട്രൈബ്യൂണലാണ്. ആ ട്രൈബ്യൂണലിനെ മറികടന്നുകൊണ്ട് കേരള ഹൈക്കോടതി പുറപ്പെടുവിച്ചിട്ടുള്ള വിധി അത് ചട്ടങ്ങൾക്ക് വിരുദ്ധമാണെന്നും റദ്ദാക്കണമെന്നുമാണ് ഈ കേരളത്തിലെ വഖഫ് സംരക്ഷണ വേദി സുപ്രീം കോടതിക്ക് മുൻപാകെ എത്തിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സുപ്രീം കോടതി ആ വിഷയത്തിൽ എന്ത് തീരുമാനവും നിരീക്ഷണവും നടത്തും എന്നുള്ളത് ഏറെ നിർണായകമാകും. നിലവിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഈ ചട്ടങ്ങളിൽ വലിയ മാറ്റം കൊണ്ടുവന്നിരുന്നു. അതായത് നേരത്തെയെല്ലാം നമ്മൾ ചൂണ്ടിക്കാട്ടിയിരുന്നു, മുനമ്പം ഉൾപ്പെടെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇത്തരത്തിൽ വഖഫിൻ്റെ അനധികൃതമായ ഭൂമി കയ്യേറ്റം റിപ്പോർട്ട് ചെയ്യുകയും അത്തരത്തിൽ ഭൂമി നഷ്ടപ്പെടുന്നവന് രാജ്യത്തെ നിയമവ്യവസ്ഥകൾക്ക് മുൻപിലേക്ക് എത്താതെ ഈ ട്രൈബ്യൂണലിലേക്ക് പോകേണ്ട ഒരു അവസ്ഥയുണ്ടായിരുന്നു. അതെല്ലാം മാറ്റിമറിക്കുന്ന നിർണായകമായിട്ടുള്ള നിയമ ഭേദഗതി, വഖഫ് നിയമ ഭേദഗതി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിട്ടുണ്ട്. ആ നിയമത്തിൽ വളരെ കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്നത് രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥകൾക്കുള്ളിലേക്കും ഈ തർക്കം എത്തിക്കാം എന്നുള്ളത് തന്നെയാണ്. നേരത്തെയാണെങ്കിൽ വാക്കാൽ വഖഫിന് വിട്ടു നൽകിയ ഭൂമിയിൽ പോലും അതിൻ്റെ യഥാർത്ഥ അവകാശികൾക്ക് അത് തങ്ങളുടെ ഭൂമിയാണ് എന്ന് തെളിയിക്കേണ്ട ബാധ്യത ആ ഭൂമി നിലവിൽ കൈവശം വെക്കുന്ന ആ വ്യക്തിക്കായിരുന്നു. അത് പരിശോധിക്കേണ്ടതും അതിൽ തീരുമാനമെടുക്കേണ്ടതും. ശരി ജിഷ്ണു, കാര്യങ്ങൾ വ്യക്തമാണ്. മുനമ്പത്തേത് വഖഫ് ഭൂമിയല്ല എന്ന ഹൈക്കോടതി ഉത്തരവ് ഇന്ന് സുപ്രീം കോടതി പരിഗണിക്കും. ഒരു ചെറിയ ഇടവേള. ഡിപ്ലോമ, +2, 10th അതിന് താഴെ പഠിച്ചിട്ടുള്ളവർക്കുള്ളതാണ് ഈ ജോഡി ആപ്പ്. ഇതിൽ ലക്ഷക്കണക്കിന് ID വെരിഫൈഡ് പ്രൊഫൈൽസ് ഉണ്ട്.